ജിൻഡോ മരണമാസാണ്. ജിൻഡോനെ തോൽപ്പിക്കാനാകില്ല എന്ന് ജിൻഡോ വീണ്ടും തെളിയിച്ചു. മാരക ട്വിസ്റ്റാണ് അവിടെ ജിൻഡോ നടത്തിയത്. മാരക ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാരക ട്വിസ്റ്റ്. അവിടെ പവർ ടീമിനെ സപ്പോർട്ട് ചെയ്യാനാണ് ആദ്യം ഇവർ തീരുമാനിച്ചത്. ജിൻഡോൻ്റെ ടീം മൊത്തം തീരുമാനിച്ചത്. നോറയാണെന്നുണ്ടെങ്കിലും നോറയ്ക്കൊന്നും പവർ ടീമിനെ ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ അവിടെ സായിയുടെ മൈൻഡ് ഗെയിം, സായിയുടെ മാനിപ്പുലേഷനിൽ അവരെല്ലാവരും വീണു. ജിൻഡോയും വീണതായിരുന്നു. ജിൻഡോയും ഓക്കെ പറഞ്ഞതാണ്. പക്ഷേ അവിടെ ലാസ്റ്റ് ബിഗ് ബോസ് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് പവർ ടീമിനെയാണ് എന്ന് അവർ പറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ ടണൽ ടീമിനെ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊരു ചോദ്യം, സെപ്പറേറ്റ് ആയിട്ട് വല്ലവരും ഒറ്റയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം വന്ന സമയത്ത് ജിൻഡോ അവിടെ എഴുന്നേറ്റ് നിൽക്കായിരുന്നു. ഒരു മാരക ട്വിസ്റ്റ് തന്നെയായിരുന്നു അവിടെ ജിൻഡോ നടത്തിയത്. ജിൻഡോ അവിടെ എഴുന്നേറ്റ് നിന്നതോടുകൂടി പിന്നെ അവിടെ പവർ ടീമിന് കളിക്കാൻ കളിയില്ല. പിന്നെ അവിടെ വടം വലിക്കുക എന്ന് പറഞ്ഞാൽ ജിൻഡോ ഉള്ള ടീമുമായിട്ട് മുട്ടാനായിട്ട് ഒരു തരത്തിലും പവർ ടീമിന് സാധിക്കില്ല. അവിടെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു ട്വിസ്റ്റ്. പിന്നെ ഒരു ഇമോഷണലി കണക്റ്റ് ആണ് അവിടെ ഋഷി ആയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ ജാൻമണി ആയിട്ടാണെങ്കിലും ജിൻഡോയ്ക്കുള്ളത്. അവരെ തള്ളി പറയാനായിട്ട് ജിൻഡോയ്ക്ക് കഴിയില്ല. അപ്പോൾ അവരുടെ കൂടെ നിൽക്കാനേ ജിൻഡോയ്ക്ക് കഴിയുള്ളൂ എന്നതാണ് ജിൻഡോ അവിടെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. എന്നിട്ട് ജിൻഡോ അവിടെ ഒരു കരച്ചിൽ നാടകവും നടത്തിയിരുന്നു. എന്നെ ഒറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ടീമിൻ്റെ അടുത്ത്. എൻ്റെ പൊന്നോ, ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരക ഗെയിമാണ് ജിൻഡോ അവിടെ നടത്തിയത്. അവിടെ അവസാനം ടീം മാറി വേറെ ടീമിന് സപ്പോർട്ടും എന്നിട്ട് കരഞ്ഞുകൊണ്ട് സ്വന്തം ടീമിനെ വീഴ്ത്താനുള്ള ഒരു നമ്പർ തന്നെയായിരുന്നു ജിൻഡോ അവിടെ ഇറക്കിയത്. ജിൻഡോൻ്റെ ഗെയിം എന്ന് പറയുന്നത് ഒന്നൊന്നര ഗെയിം തന്നെ. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ടിൽ ജിൻഡോൻ്റെ അടുത്ത് മുട്ടാനായിട്ട് പവർ ടീമിലെ ഒരാൾക്കും അപ്പുറത്തുള്ള ഒരാൾക്കും ഒരു തരത്തിലും കഴിയില്ല. അവർക്കൊന്ന് പിടിച്ച് നിൽക്കാൻ കൂടി പറ്റിയില്ല ജിൻഡോൻ്റെ അടുത്ത്.